അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഇനി നമുക്ക് എക്സസൈസസിലേക്ക് പോകാം. പാഠം 10 എക്സസൈസസ്. ആദ്യത്തേത് അജിബനിൽ അസ്സിലത്തിൽ ആദ്യത്ത്. അജിബ് എന്ന് പറഞ്ഞാൽ ഉത്തരം പറയുക. അനിൽ അസ്സിലത്തിൽ എന്ന് പറഞ്ഞാൽ ചോദ്യങ്ങൾ. സുആലാണ് ചോദ്യം, അതിൻ്റെ ബഹുവചനാണ് അസ്സിലത്ത് അൽ ആദ്യത്ത്, താഴെ വരുന്ന. മസ്മുക്ക, മസ്മുക്ക. ഇസ്മുക്ക എന്ന് പറഞ്ഞാൽ നമുക്കറിയാം നിൻ്റെ പേര് അല്ലേ. ലമീർ മുത്തസിൽ കാ, നീ, ഇസ്മിനോട് ചേർന്ന ഇൻ്റെ എന്നർത്ഥം വരാം. അപ്പോൾ നീ ഇസ്മു, നീ പേര്. അപ്പോൾ നിൻ്റെ പേര്, നിൻ്റെ പേര് മാ, മാ എന്ന് പറഞ്ഞാൽ എന്താണ് നിൻ്റെ പേര്. അപ്പോൾ നമ്മൾ ആൻസർ പറയണം. അപ്പോൾ നിൻ്റെ പേര് എന്താണെന്ന് വെച്ചാൽ നമ്മളെങ്ങനെ ആൻസർ പറയാം? എൻ്റെ പേര് എന്ന് പറഞ്ഞിട്ടാണ് പറയാം. അപ്പോൾ എങ്ങനെ പറയാം? ഇസ്മി, ഇസ്മി എന്ന് പറഞ്ഞിട്ട് നമ്മളെ പേര് പറയാം. ഓക്കെ, മസ്മുക്ക. പിന്നീട് ഇസ്മിൻ്റെ അലിഫ് എന്താ? ഹംസത്തുൽ വസിലാണ്. അപ്പോൾ ഹംസത്തുൽ വസിൽ തുടക്കത്തിൽ ഉച്ചരിക്കും. ഇസ്മുക്ക, അലിഫ് ഉച്ചരിച്ചു ഇസ്മുക്ക. പക്ഷെ മാ വന്നതിന് ശേഷം വന്നാലോ, നടുക്ക് വന്നാലോ, ഒരു കലിമക്ക് ശേഷം വന്നാലോ, അല്ലെങ്കിൽ ഹർഫിന് ശേഷം വന്നാലോ ഉച്ചരിക്കൂല. മസ്മുക്ക, മാ ഇസ്മുക്ക എന്ന് പറയില്ല, മസ്മുക്ക. ഇത് നമ്മൾ പഠിച്ചതാണ്. മിൻ ഐന അൻത, നീ എവിടെ നിന്നാണ്. അപ്പോൾ നമ്മൾ ആൻസർ പറയുക അന മിനൽ എന്നിട്ട് ആൻസർ പറയുക. മിനൽ ഹിന്ദിന്നോ മിനൽ യാബാനിന്നോ അങ്ങനെ ആൻസർ പറയാം. മാ ലുഗത്തുക, നിൻ്റെ ഭാഷ എന്താണ്. ലുഗത്ത് എന്ന് പറഞ്ഞാൽ ഭാഷ. മാ ലുഗത്തുക. അപ്പോൾ ലുഗത്തുക എന്ന് പറഞ്ഞാൽ നിൻ്റെ ഭാഷ, മാ എന്താണ്. അപ്പോൾ എങ്ങനെ ആൻസർ പറയുമ്പോൾ എങ്ങനെ പറയാം? എൻ്റെ ഭാഷ എന്ന് പറഞ്ഞാൽ. അപ്പോൾ എങ്ങനെ പറയാം? ലുഗത്തി, ലുഗത്തി അൽ മലബാരി, മലയാളമാണ് എൻ്റെ ഭാഷ. ഐന അബൂക്ക, നിൻ്റെ ഉപ്പ എവിടെ. അപ്പോൾ എങ്ങനെ ആൻസർ പറയാം? അബി ഫിൽ മദ്രസത്തി, എൻ്റെ ഉപ്പ സ്കൂളിലാണ്, അല്ലെങ്കിൽ എൻ്റെ ഉപ്പ ഫിൽ മസ്ജിദി, മസ്ജിദിലാണ്. ഓക്കെ, അപ്പോൾ അബൂക്ക നിൻ്റെ ഉപ്പ. അപ്പോൾ ആൻസർ എങ്ങനെ പറയാം? എൻ്റെ ഉപ്പ. അപ്പോൾ അബി, അബുവിൻ്റെ കൂടെ യാ മുത്തക്കല്, എൻ്റെ എന്ന് പറയാൻ യാ മുത്തക്കല്ലും ലമീർ മുത്തസിൽ ആഡ് ചെയ്യണം. ഐന ഉമ്മുക്ക, നിൻ്റെ ഉമ്മ എവിടെ. അപ്പം എങ്ങനെ പറയാം? എൻ്റെ ഉമ്മ എന്നിങ്ങനെ പറയാം? ഉമ്മി ഫിൽ മത്ബഹി, ഉമ്മ അടുക്കളയിലാണ്. അലക അഹുൻ, നിനക്ക് ഒരു നിനക്ക് സഹോദരനുണ്ടോ. അപ്പോൾ ഹർഫുജർ ലീ വെച്ചിട്ട് വന്ന സഹോദരൻ കൊണ്ട് ഉദ്ദേശം എന്താ? രക്തബന്ധത്തിലുള്ള സഹോദരനുണ്ടോ എന്ന് ചോദിക്കുന്നു. നിനക്ക് സഹോദരനുണ്ടോ. അപ്പോൾ എന്താ ഉത്തരം പറയാം? നാം ലീ അഹുൻ വാഹിദുൻ. അപ്പോൾ എനിക്കുണ്ടെന്ന് എങ്ങനെ പറയാം? ലീ, യാ മുത്തക്കല്ലും വെച്ചിട്ട് ലാ എഴുതണം. ലീ അഹുൻ വാഹിദുൻ, എനിക്കൊരു സഹോദരനുണ്ട്. അലക ഉഖ്തുൻ, അപ്പോൾ വീണ്ടും രക്തബന്ധത്തിലുള്ള സഹോദരി ഉണ്ടോ എന്ന് ചോദിക്കാം. അപ്പോൾ നാം ലീ ഉഖ്തുൻ വാഹിദത്തുൻ. അപ്പോൾ ലീ അഹുൻ വാഹിദുൻ. അപ്പോൾ നായത്ത് മന്നൂത്താണ് അഹുൻ വാഹിദുൻ. അപ്പോൾ ആണാകുമ്പോൾ ആണ്, ഏകവചനമാകുമ്പോൾ ഏകവചനം, മർഫു ആകുമ്പോൾ മർഫു, അലിഫ്ലാമില്ലെങ്കിൽ അലിഫ്ലാമില്ല. ഇത് നമ്മൾ പഠിച്ചതാണ്. അപ്പോൾ അലക ഉഖ്തു എന്ന് പറഞ്ഞാൽ എങ്ങനെ വാഹിദ് എഴുതാ? വാഹിദത്തുൻ. കാരണം ഉഖ്തുൻ സ്ത്രീലിംഗമായത് മുഅന്നസ് ആയതുകൊണ്ട് വാഹിദത്തുനും മുഅന്നസ് ആകണം. ആ ഇന്ദക്ക സയ്യാറത്തുൻ, നിനക്ക് കാറുണ്ടോ. നിൻ്റെ അടുത്ത് കാറുണ്ടോ. അപ്പോൾ ഒരു കാർ ആവശ്യമുണ്ട്. അപ്പോൾ നിൻ്റെ അടുത്ത് കാറുണ്ടോ. അപ്പോൾ എങ്ങനെ പറയാം? അപ്പോൾ ഇല്ല എന്നെങ്ങനെ പറയാം? ലാ മാ ഇന്ദി സയ്യാറത്തുൻ, ഇല്ല എൻ്റെ അടുത്ത്, എനിക്ക് കാറില്ല, എൻ്റെ അടുത്ത് കാറില്ല. ഇന്ദി എനിക്കില്ല, എൻ്റെ അടുത്തില്ല. സയ്യാറത്തുൻ കാറ്. ആ ഇന്ദക്ക ദർറാജത്തുൻ, നിൻ്റെ അടുത്ത് സൈക്കിൾ ഉണ്ടോ. ദർറാജത്ത് എന്ന് പറഞ്ഞാൽ എന്താ? സൈക്കിൾ. അപ്പോൾ ഉണ്ടെങ്കിൽ എങ്ങനെ പറയാം? നാം ഇന്ദി ദർറാജത്തുൻ, എൻ്റെ അടുത്ത് എനിക്ക് സൈക്കിളുണ്ട്. ഇല്ലെങ്കിലോ ലാ മാ ഇന്ദി ദർറാജത്തുൻ. ആ ഇന്ദക്ക കലമുൻ, നിൻ്റെ അടുത്ത് പേനുണ്ടോ. നിൻ്റെ അടുത്ത് പേനുണ്ടോ. അപ്പോൾ ഉണ്ടെങ്കിൽ എങ്ങനെ പറയാം? നാം ഇന്ദി കലമുൻ, എനിക്ക് പേനുണ്ട്. ഇല്ലെങ്കിലോ ലാ മാ ഇന്ദി കലമുൻ. ആ ഇന്ദക്ക ദഫ്തറുൻ, നിൻ്റെ അടുത്ത് നോട്ട്ബുക്ക് ഉണ്ടോ. ദഫ്തർ എന്ന് പറഞ്ഞാൽ അറിയാം നോട്ട്ബുക്ക്. അപ്പോൾ എങ്ങനെ പറയാം? എനിക്കുണ്ട് എന്ന് എങ്ങനെ പറയാം? ഇന്ദി നാം ഇന്ദി
ദഫ്തറുൻ. അതെ, എനിക്ക് നോട്ട്ബുക്ക് ഉണ്ട്, എൻ്റെ അടുത്ത് നോട്ട്ബുക്ക് ഉണ്ട്. അബൂക്ക താജിറുൻ, നിൻ്റെ ബാപ്പ കച്ചവടക്കാരനാണോ? അപ്പോൾ അതേന്ന് എങ്ങനെയാണ് പറയുക? നാം അബി താജിറുൻ, എൻ്റെ ഉപ്പ കച്ചവടക്കാരനാണ്. കച്ചവടക്കാരനല്ലെങ്കിലോ? അല്ലെങ്കിൽ എന്താ പറയുക? ല അബി മുഹന്ദിസുൻ, അല്ല, എൻ്റെ ബാപ്പ എഞ്ചിനീയറാണ്. ല അബി മുഹന്ദിസുൻ. മിൻ ഐന മുഹമ്മദുൻ, മുഹമ്മദ് എവിടെ നിന്നാണ്? ഇപ്പോൾ എവിടെ നിന്നാണ് മുഹമ്മദ്? അപ്പോൾ എന്താ പറയുക? മുഹമ്മദുൻ മിനൽ ഹിന്ദി, അല്ലെങ്കിൽ മുഹമ്മദുൻ മിനസ്സീനി, ചൈനയിൽ നിന്നാണ്. അല്ലെങ്കിൽ മുഹമ്മദുൻ മിൻ അൽ യാബാനി, ജപ്പാനിൽ നിന്നാണ്. അപ്പോൾ അങ്ങനെ പറയാം. മാ ലുഗത്തുഹു, അവൻ്റെ ഭാഷ എന്താ? ലുഗത്തുഹു, അവൻ്റെ ഭാഷ. അവൻ്റെ ഭാഷ എന്താ? അപ്പോൾ അങ്ങനെ മറുപടി പറയാം, അവൻ്റെ ഭാഷ എന്ന് തന്നെ മറുപടി പറയാം. അവൻ്റെ ഭാഷ പിന്നെ ഉറുദു ആണെങ്കിൽ എന്താ പറയുക? ലുഗത്തുഹു അൽ ഉർദിയത്തു. ലുഗത്തുഹു, അവൻ്റെ ഭാഷ, അൽ ഉർദിയത്തു, ഉറുദു ആണ്. ഐന അബൂഹു, അവൻ്റെ ബാപ്പ എവിടെ? അങ്ങനെ ആൻസർ പറയാം. അവൻ്റെ ബാപ്പ എന്ന് തന്നെ ആൻസർ പറയാം. അബൂഹു ഫിസ്സൂക്കി, അവൻ്റെ ബാപ്പ മാർക്കറ്റിലാണ്. ഐന ഉമ്മുഹു, അവൻ്റെ ഉമ്മ എവിടെ? അപ്പോൾ ഉമ്മുഹു ഫിൽ ഗുർഫത്തി, അവൻ്റെ ഉമ്മ റൂമിലാണ്. മിൻ ഐന ഹംസത്തു, ഹംസ എവിടെ നിന്നാണ്? മാ ലുഗത്തുഹു, അപ്പോൾ ആൻസർ പറയണം. ഹംസത്തു മിനൽ അൽമാനിയ, ജർമ്മനിയിൽ നിന്നാണ്. മാ ലുഗത്തുഹു, അവൻ്റെ ഭാഷ എന്താ? അപ്പോൾ ഭാഷ പറയാം. അവൻ്റെ ഭാഷ എന്താ? അപ്പം അവൻ്റെ ഭാഷ തന്നെ മറുപടിയിലും പറയാം. അപ്പോൾ ലുഗത്തുഹു അൽ ഇൻഗ്ലീസിയത്തു, ഇംഗ്ലീഷാണ് അവൻ്റെ ഭാഷ, അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ഭാഷ. ഐന അബൂഹു, അവൻ്റെ ബാപ്പ എവിടെ? അപ്പോൾ അബൂഹു ഫിൽ ബൈത്തി, അവൻ്റെ ബാപ്പ വീട്ടിലാണ്. ഐന സൈനബു, സൈനബു എവിടെ? ഓക്കെ, സൈനബു ഫിൽ ബൈത്തി, സൈനബു വീട്ടിലാണ്. ഐന സൗജുഹ, അവളുടെ ഇണ എവിടെ? സൗജുഹ ഫിൽ ഇറാഖി, അവളുടെ ഇണ ഇറാഖിലാണ്. ആ സൗജുഹ മുദർരിസുൻ, അവളുടെ ഇണ ടീച്ചറാണോ? അധ്യാപകനാണോ? അവളുടെ ഇണ അധ്യാപകനാണോ? അപ്പോൾ നാം സൗജുഹ മുദർരിസുൻ, അതെ, അവളുടെ ഇണ അധ്യാപകനാണ്. അല്ലെങ്കിലോ? ല സൗജുഹ മുഹന്ദിസുൻ, അവളുടെ ഇണ അല്ല, അല്ല, സൗജുഹ, അവളുടെ ഇണ മുഹന്ദിസുൻ, എഞ്ചിനീയർ ആണ്. ബാറക്കല്ലാഹു ഫീക്കും.